ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് പരിശുദ്ധമായാൽ മാത്രമേ നമുക്ക് പരമസത്യത്തെ അനുഭവിക്കാനും അറിയാനും സാധിക്കുകയുള്ളൂ. പക്ഷേ മനസ്സിൽ അനേക അഴുക്കുകൾ ഓരോ സെക്കൻഡിലും കയറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ അഴുക്കുകൾ? അതിനെയാണ് ഷഡ്വൈരികൾ എന്ന് പറയുന്നത്. 6 ശത്രുക്കൾ. അതാരാ ശത്രുക്കളെ? കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മത്സരം. ഈ പറഞ്ഞ 6 നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട്. അതിനെ വളരാൻ അനുവദിക്കാതെ തൽസ്ഥാനത്ത് സത്യം, ദയ, കാരുണ്യം, പരോപകാരം, സർവഭൂതദയ മുതലായ നല്ല ഗുണങ്ങൾ നമ്മൾ വളർത്തണം. അങ്ങനെ സദ്ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ വളർന്നു കഴിയുമ്പോൾ അവിടെ ഈശ്വരൻ്റെ വാസം ഉണ്ടാകും. ഈശ്വരൻ വസിക്കുന്നു അവിടെ എന്ന് നമുക്കറിയാൻ കഴിയാത്തത് ഈ കാമക്രോധാദികൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതിനാൽ കാമക്രോധാദികളെ ആട്ടിയോടിക്കണമെങ്കിൽ അതേ ബലമുള്ള മറ്റു ശക്തികളെ നാം പോറ്റേണ്ടിയിരിക്കുന്നു. ശത്രു സൈന്യങ്ങളെ തുരത്തണമെങ്കിൽ ബലവത്തായ നമ്മുടെ സൈന്യങ്ങൾക്ക് മിത്ര അല്ലെങ്കിൽ ബന്ധു ആവുന്ന സൈന്യങ്ങൾ ഉണ്ടായേ പറ്റും. അതുപോലെ നമ്മുടെ മനസ്സിലും വേണം ഇത്. അതിനെ പറയുന്നു, ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതും ചിത്താംബുജം മമതവാസ്ഥാനരംഗമിതു തത്രാവി നിത്യവും ഒരിക്കലിരുന്നരുളുക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമഃ. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത്. എൻ്റെ മനസ്സ് ഈ 6 ശത്രുക്കൾക്ക് വിളയാട്ടത്തിന് നൃത്തം ചെയ്യാനുള്ള സ്ഥലം ആക്കി മാറ്റരുത്. ഏതാണ് 6 ശത്രുക്കൾ? കാമ, ക്രോധ, മദം. മദം എന്നാൽ എനിക്ക് സമ്പത്തുണ്ട്, എനിക്കാളുണ്ട്, എനിക്ക് അർത്ഥമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ വിചാരിച്ചാൽ എന്താ നടക്കാത്തത് എന്ന തോന്നലാണ് മദം. കാമം എന്നാൽ ആഗ്രഹം, കണ്ടതും കേട്ടതുമായ സർവവും എനിക്ക് വേണം എന്ന ആ മനോഭാവത്തിനാണ് കാമം. ക്രോധം, കാമം സാധിക്കാതെ വരുമ്പോൾ ദേഷ്യം ഉണ്ടാകുന്നു. അപ്പോൾ കാമം, ക്രോധം, ലോഭം. ലോഭം എന്ന് പറഞ്ഞാൽ എന്താ? തനിക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒന്നും ആർക്കും കൊടുക്കില്ല. അതിനോടുള്ള മോഹം കൊണ്ട്, അതിനോടുള്ള ആഗ്രഹം കൊണ്ട്, അതാണ് ലോഭം. പിന്നെ മോഹം. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റെന്താണ് ശരിയെന്താണ് എന്ന തിരിച്ചറിവ് ഇല്ലായ്മ. കാമ, ക്രോധ, ലോഭ, മോഹ, മദം. മതമാണ് എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ വിചാരിച്ചാൽ എന്താ നടക്കാത്തത് എന്ന തോന്നൽ. മാത്സര്യം, മത്സരബുദ്ധി. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ സഹിച്ചുകൂടാൻ കഴിയാതിരിക്കുക. മത്സര്യം, അഹങ്കാരം, അഹം, ഞാനെന്ന തോന്നൽ. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഒരിക്കലും ശാന്തിയോ സുഖമോ സമാധാനമോ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ഷഡ്വൈരികൾക്ക് 6 അല്ല, എത്രയോ ഉണ്ട്. അവർക്ക് വിളയാട്ടത്തിന് ആക്കരുത് എൻ്റെ മനസ്സാകുന്ന താമര. ചിത്താംബുജം, ചിത്തമാകുന്ന താമരയിൽ ഈ പറയുന്ന ശത്രുക്കൾ കയറി ഇരിക്കരുത്. അവരുടെ ആസ്ഥാനരംഗമായിട്ട് നമ്മുടെ മനസ്സ് മാറരുത്. അതിനു മുമ്പേ, അവർ ഉറയ്ക്കുന്നതിന് മുമ്പേ ഭഗവാൻ ഒരിക്കലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ വന്ന്, അല്ലെങ്കിൽ എൻ്റെ ചിത്തമാകുന്ന അംബുജത്തിൽ വന്ന് അവിടുന്ന് ഇരിക്കണേ ഭഗവാനെ, അതിന് ഞാൻ അങ്ങയെ വന്ദിക്കുന്നു എന്നാണ്.
തത്രാവി നിത്യവും ഒരിക്കലിരുന്നരുക. എന്നും ഒരിക്കലെങ്കിലും അവിടെ നിന്ന് വന്ന് ഇരിക്കൂ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. പക്ഷേ ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. വിശ്വൈകനാഥ, ഈ ലോകത്തിന് മുഴുവൻ നാഥനായിരിക്കുന്ന ആ ഭഗവാൻ നിരന്തരം എൻ്റെ ചിത്തമാകുന്ന താമരയിൽ വസിക്കണേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയും പ്രാർത്ഥന അതായിരിക്കണം. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമതവാ സ്ഥാനരംഗമിതു. തത്രാവി നിത്യവും ഒരിക്കലിരുന്നരുക. വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമഃ.